ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പഴങ്ങളൊക്കെ കിട്ടുന്നൊരു ഏരിയയാണ്. ഈ റഷ്യൻ ചക്രവർത്തിമാരുടെ കാലത്താണ് ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 1970 സോവിയറ്റ് യൂണിയനാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ബിൽഡിംഗ് ഒക്കെ ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഈ മാർക്കറ്റിനെ മാറ്റിയത്. ഈ സിൽക്ക് റോഡ് ട്രേഡിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഇതുപോലുള്ള, അതായത് എല്ലാ നമ്മുടെ ഡെയിലി നീഡ്സിനുള്ള സാധനങ്ങളും ഒരേ സ്ഥലത്ത് കിട്ടുന്ന രീതിയിലുള്ള മാർക്കറ്റുകൾ ആരംഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. താങ്ക് യു Mama. Давайте. Thank you. Video. Okay. Beautiful. This and this. Rahmat. Welcome. Rahmat. Okay. İcabım. По-казахски знаешь? Видите, бесно, а там жетімін 500. А скажи, жетімін 500. Жетімін 500. Рахмет. അതുപോലെ ഈ ഭാഗത്ത് ആട്, ചെമ്മരിയാട്, കുതിര ഇറച്ചി കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഈ ഭാഗത്ത്. ഇതാണ് കുതിര ഇറച്ചി കിട്ടുന്ന ഏരിയ. ഇത് പോർക്ക്, പന്നിയിറച്ചി കിട്ടുന്ന ഒരു ഏരിയയാണ്. ഒരു ദിവസത്തെ ചിക്കനും 2 ദിവസത്തെ പോർക്കുമാണ് ഈ പന്നിയാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാൻഫിലോ പാർക്കിലാണുള്ളത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അടുത്ത് ഗ്രീൻ ബസാറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രീൻ ബസാറിനെ സിലോണി ബസാർ എന്നാണ് പ്രാദേശികമായിട്ട് വിളിക്കുന്നത്. അൽമാട്ടി സന്ദർശിക്കുന്ന ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ ബസാറാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഗ്രീൻ ബസാർ. നമുക്ക് പാൻഫിലോ പാർക്കിൽ നടന്നു വരാനുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു ടാക്സി വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ടാക്സിയിൽ കയറുന്ന സമയത്ത് കസാഖ് ഭാഷയിൽ ഡ്രൈവർ എന്തോ പറയുന്നുണ്ടായിരുന്നു. എനിക്കിവിടെ എത്തിയപ്പോഴാണ് അത് മനസ്സിലായത്. കാരണം ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദൂരമുള്ളൂ, നടന്നു വരാനുള്ള ദൂരമുള്ളതാണ് ഉദ്ദേശം. കാര്യം നമ്മൾ ടാക്സിയിലാണെന്ന് പറയുന്നത്. മുഖത്തായ് സ്ട്രീറ്റ് എന്നാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ സൈബക് സോളി സ്ട്രീറ്റിലാണ് ഈ ഗ്രീൻ ബസാറിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഈ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പഴങ്ങളൊക്കെ കിട്ടുന്നൊരു ഏരിയയാണ്. ഈ റഷ്യൻ ചക്രവർത്തിമാരുടെ കാലത്താണ് ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 1970 സോവിയറ്റ് യൂണിയനാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ബിൽഡിംഗ് ഒക്കെ ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഈ മാർക്കറ്റിനെ മാറ്റിയത്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് അവരുടെ കീഴിലുള്ള എല്ലാ സിറ്റികളിലും എല്ലാ പട്ടണങ്ങളിലും ഈ രീതിയിലുള്ള, അതായത് ഈ കവേർഡ് ഹോൾ ടൈപ്പിലുള്ള മാർക്കറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ സമർഖണ്ഡിൽ സിയോബ് ബസാർ ഉണ്ടായിരുന്നു, താഷ്കണ്ടിൽ ചോർസ് ബസാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ടൈപ്പിലുള്ള മാർക്കറ്റുകളാണ്, അതായത് കവേർഡ് ടൈപ്പിലുള്ള മാർക്കറ്റ്. അത് മാത്രമല്ല നമുക്ക് ഡെയിലി ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ടൈപ്പിലുള്ള മാർക്കറ്റുകളാണ്. ഇതും ആ ഒരു രീതിയിൽ തന്നെയുള്ള മാർക്കറ്റിൽ നിന്നാണ് ഞാൻ വരുന്നതിന് മുമ്പ് കണ്ട വീഡിയോകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതായത് നമുക്ക് പോയി നോക്കാം. ഈ ഭാഗത്ത് ചെരുപ്പുകളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. ഈ സിൽക്ക് റോഡ് ട്രേഡിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഇതുപോലുള്ള, അതായത് എല്ലാ നമ്മുടെ ഡെയിലി നീഡ്സിനുള്ള സാധനങ്ങളും ഒരേ സ്ഥലത്ത് കിട്ടുന്ന രീതിയിലുള്ള മാർക്കറ്റുകൾ ആരംഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഇടതുവശത്ത് ചെരുപ്പ്, ഷൂസ് കിട്ടുന്ന ഷോപ്പുകളാണ്. വലതുവശത്താണെങ്കിൽ ബാഗ്, ബെൽറ്റ്, കളിപ്പാട്ടങ്ങൾ, നോട്ട് ബുക്കുകളൊക്കെ കിട്ടുന്ന ഷോപ്പുകളാണ്. ഇതിങ്ങനെ ഈ സ്ട്രീറ്റ് ഇടനാഴി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. മാർക്കറ്റിൽ അത്യാവശ്യം തിരക്കുണ്ട്. നമ്മൾ നടന്ന് മാർക്കറ്റിൻ്റെ വേറൊരു ഭാഗത്തേക്ക്. ഇവിടെ നോക്കുമ്പോൾ ഹാർഡ്വെയർ, പെയിൻറ്റ്, ഇലക്ട്രിക്കൽ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പുകളാണ് കൂടുതലും. അൽമാട്ടി പട്ടണത്തിലൊരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു മാർക്കറ്റായിട്ടാണ് ഗ്രീൻ ബസാർ അറിയപ്പെടുന്നത്. നമുക്ക് വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള അൽമാട്ടിയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മാർക്കറ്റും കൂടെയാണ് ഈ ഗ്രീൻ ബസാർ. അങ്ങോട്ടുണ്ടല്ലോ, കൊണ്ടുപോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ ഓരോന്നിനും ഇടകളേ ഉള്ളൂ.
ഇത്രയും സമയം നമ്മൾ ഓപ്പൺ ഏരിയയിലുള്ള മാർക്കറ്റാണ് കണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു റൂഫ്ഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇവിടെ ബാഗും തുണികളും ഒക്കെ കിട്ടുന്ന ഷോപ്പുകളാണുള്ളത്. ഇവിടെ ഈ സുവനീറുകളൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ്. ടോയ്സുകളും സുവനീറുകളും ഒക്കെ ഉണ്ട്. This or this? നമ്മളിങ്ങനെ കാഴ്ചകളെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ തുണി ടെക്സ്റ്റൈൽ സെക്ഷനൊക്കെയാണ്. ലെമൺ ടീ ഓക്കെ, ടേസ്റ്റ് ചെയ്തോ. lemon tea. Lemon tea one? Yeah, one. Thank you. സീ ഫുഡ് അതെവിടെ നിന്ന് അറിയില്ല. ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്, അതുപോലെ ഒരു ഫിഷിൻ്റെ ഏരിയയാണ്. അത് ഫിഷ് സ്മെല്ലൊന്നുമില്ല, പക്ഷേ അങ്ങോട്ട് പോകുന്നു. ഡ്രസ്സിൻ്റെ ഒരു ഈ ഒരു കോർണർ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഡ്രസ്സാണ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാർക്കറ്റാണ്. അതിനകത്ത് ഇങ്ങനെ കാഴ്ചകളും കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഈ ഭാഗത്ത് AC ഉണ്ട്. ചൂട് അത്ര ഫീൽ ചെയ്യുന്നില്ല. കസാഖിസ്ഥാനിൽ ഇപ്പോൾ സമ്മറാണ്. മാർച്ച് മുതൽ മെയ് വരെയുള്ള 3 മാസങ്ങളിലാണ് സ്പ്രിംഗ് സീസൺ. 5 മുതൽ 20 ഡിഗ്രി വരെയാണ് ആ സമയത്ത് ചൂടുണ്ടാവുക. മരങ്ങളൊക്കെ പൂടുന്ന ഒരു സമയമാണ് സ്പ്രിംഗ് സീസൺ. സമ്മർ എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള 3 മാസമാണ്. ഇതിപ്പോൾ ഓഗസ്റ്റാണ്. ചൂടുകാലം ഇപ്പോൾ കഴിയാറായി. സിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്. 35 ഡിഗ്രി വരെയൊക്കെ ചില സമയത്ത് ചൂടെത്തും എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ വന്നതിന് ശേഷം ഒരു 28 ഡിഗ്രി വരെയൊക്കെ ചൂടെത്തി എന്നാണ് തോന്നുന്നത്. ചില സമയത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ നല്ല രീതിയിൽ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ഓട്ടം സീസൺ, ശരത്കാലം. അതായത് മരങ്ങളൊക്കെ ഇലവഴിക്കുന്ന ഒരു സീസണാണ് ഈ ശരത്കാലം. അതുപോലെ തന്നെ കസാഖിസ്ഥാനിലെ ഈ വിളവെടുപ്പ് സീസണും വരുന്നത് ഈ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇവിടുത്തെ മഞ്ഞുകാലം. ആ സമയത്ത് -5 മുതൽ -15 വരെ ആണ് സിറ്റിയിലെ ടെമ്പറേച്ചർ ഉണ്ടാവുക. അപ്പോൾ ഹിൽ ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ -30 വരെയൊക്കെ പോകുമെന്നാണ് പറയുന്നത് തണുപ്പ്. നമ്മുടെ 4ാമത്തെ മധ്യേഷ്യൻ രാജ്യമാണ് കസാഖിസ്ഥാൻ. അർമേനിയ ആയിരുന്നാലും ജോർജിയ ആയിരുന്നാലും ഉസ്ബെക്കിസ്ഥാൻ ആയിരുന്നാലും ഇവിടെ കസാഖിസ്ഥാൻ ആയിരുന്നാലും ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള എല്ലാ മാർക്കറ്റുകളിലും സ്റ്റാഫായിട്ടുള്ളത് ലേഡീസാണ് അധികവും. അങ്ങനെയാണ് ഇവരുടെ ഒരു കൾച്ചർ എന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഒരു ടൂറിസ്റ്റുകളോട് പെരുമാറുന്നത്. നമ്മൾ ഇന്ത്യക്കാരാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് ഒരു പ്രത്യേക സ്നേഹമാണ്. 1000 сейчас color посмотрю. 1000. 1000. Сейчас я вам. Да, 1000. Нету такой. Вот такой есть. Вот. This. Вот такой есть. Вот. 1000. Вот это берите, вот это. Вот такой. Мама. Давайте. Thank you. Video. Okay. Okay. Beautiful. This and this. Oh. Nice. Yes. Okay. Rahmat. Welcome. Rahmat. Okay. На мыңшарым, ана мың теңге. Мыңшарым и 1000 теңге. All 2,500. Okay. Okay. Вот это?
Екі жарым дедің ба? Анау 1000 теңге и 1000 жарым. 2 жарым. 2 жарым. По-казахски знаешь? Видите, 5000, 6000, 7500. А скажи, 7500. 5, 6, 7, 7500. 7500. Рахмет. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ളൊരു ഏരിയയിലോട്ടാണ്. മീറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. മീറ്റ് മാർക്കറ്റാണ് ശരി. ഈ ഭാഗത്ത് മീറ്റ് മാത്രമല്ല, ഡയറി പ്രോഡക്റ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ മീറ്റാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് സെൻട്രൽ ആയിട്ടുള്ള ഏരിയയിലുള്ള മെയിനായിട്ടുള്ള മീറ്റാണ്. ഈ ഷോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലേഡീസ് തന്നെയാണ് അധികം സ്റ്റാഫായിട്ടുള്ളത്. ആ ഭാഗത്ത് ഈ വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന ഏരിയ. അതുപോലെ ഈ ഭാഗത്ത് ആട്, ചെമ്മരിയാട്, കുതിര ഇറച്ചി കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഈ ഭാഗത്ത്. ഇതാണ് കുതിര ഇറച്ചി കിട്ടുന്ന ഏരിയ. ഈ ഭാഗത്ത് ചെമ്മരിയാടാണ്. ഇതുണ്ട് ലേഡീസാണ്. എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ലേഡീസാണ് നമുക്ക് പറഞ്ഞത്. കുതിരയുടെ ഒരു ഏരിയ. ഈ ഭാഗത്ത് ചിക്കനാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഡാക്ടർ കോഴിയുടെ ഇറച്ചിയാണ് ഒരു അധികമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പോർക്ക്, പന്നിയിറച്ചി കിട്ടുന്ന ഒരു ഏരിയയാണ്. ഒരു ദിവസത്തെ ചിക്കൻ, 2 ദിവസത്തെ പോർക്കാണ്. പിഗ് പന്നിയാണ്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ ചോർസ് ബസാറിൽ നമ്മൾ ഈ പൊമഗ്രാനൈറ്റ് ജ്യൂസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ തൊണ്ടും കൂടെ ചേർത്തിട്ടാണ് ആ ഒരു മെഷീനിലിട്ടിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ തൊണ്ടിന് ചവർപ്പ് രുചിയാണ്. ഈ ജ്യൂസിന് അതുപോലെ ഒരു ചവർപ്പ് ടേസ്റ്റാണുള്ളത്. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. നമ്മൾ വീണ്ടും നടന്ന് ടെക്സ്റ്റൈൽ സെക്ഷനിൽ തന്നെ തിരിച്ചെത്തി. നമ്മളങ്ങനെ ആ ഒരു ഏരിയയൊക്കെ കണ്ടിട്ട് വീണ്ടും നടന്ന് പുറത്തിറങ്ങി. ഇത് ഷൂസൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. സ്പോർട്സ് ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ്. ഇത് കസാഖിസ്ഥാനുകാരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്. ചപ്പൻ എന്നാണ് കസാഖ് ഭാഷയിൽ ഇതിന് പറയുന്നത്. ചപ്പൻ കോട്ട്. തണുപ്പ് കാലത്താണ് പ്രധാനമായിട്ട് ഇവർ ഈ ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ, തണുപ്പ് കാലത്തുള്ള ഫംഗ്ഷനിലൊക്കെയാണ് ഈ ഒരു ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. ചൂടുകാലം കഴിയാറായതുകൊണ്ടായിരിക്കും ഇപ്പോൾ മാർക്കറ്റിൽ ഇതുപോലുള്ള തണുപ്പ് കാലത്തുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നത്. ഇത് കസാഖിസ്ഥാൻ ശൈലിയിൽ ഉള്ള ചെരുപ്പുകളാണ്. അതുപോലെ തന്നെ കസാഖിസ്ഥാൻ തൊപ്പികളുണ്ട്. ഇവിടെ കസാഖിസ്ഥാൻ സുവനീറുകളൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ്.
Спасибо. How much this cat? Эти 4,000. 4,000. И вышивка 5,000. അത് 5,000 ഇത് 4,000. കസാഖിസ്ഥാനിലെ സ്ത്രീകൾ ലേഡീസ് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ക്യാപ്പാണ്. ബാഗുകളൊക്കെ ഇടുന്നൊരു ഷോപ്പാണ്. അൽമാട്ടിയത് തീർന്നു തോന്നുന്നു അവിടെ വഴി ഉണ്ടോ? ഇത് ടോയ്സ് കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇവിടെ സ്പോർട്സ് ഐറ്റംസ് ആണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ പ്രധാന കെട്ടിടത്തിൻ്റെ പുറത്തുള്ള ഒരു ഇടനാഴിയിൽ എത്തിയപ്പോൾ ഇവിടെയും ടീഷർട്ടും ഡ്രസ്സും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. രണ്ട് സൈഡും ഒരുപാട് മാർക്കറ്റുകളുണ്ട്. ഇവിടെ നന്നായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രീൻ ബസാറിലെ കാഴ്ചകളെ കണ്ട് ഉള്ളിലെ കാഴ്ചകളെ കണ്ട് പുറത്തിറങ്ങും. ഈ സോവിയറ്റ് യൂണിയൻ ഭരിച്ച നാടുകളിലൊക്കെ പട്ടണങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ബസാറുകൾ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ സമയം 3:45. വൈകുന്നേരമായപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. മലയാളി സഞ്ചാരികളെ ഒരുപാട് കാണുന്നു. നമ്മൾ ഇന്ന് രാത്രി കസാഖിസ്ഥാൻ്റെ ഒരു ഔട്ടറിലുള്ളൊരു വില്ലേജിൽ, അതായത് സാത്തി എന്നൊരു ഗ്രാമത്തിലോട്ട് ട്രാവൽ ചെയ്യും. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. നമ്മുടെ ലഗേജ് ഇപ്പോൾ ബനാന ടൂറിൻ്റെ ഓഫീസിൽ കിട്ടും. ലഗേജ് എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉത്സ തക്കറോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള റെസിഡൻറ്റ് ഹോട്ടലിലാണ്. അപ്പോൾ അവരോട് പെർമിഷൻ ചോദിച്ചപ്പോൾ ബാഗ് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ബനാന ടൂറിൻ്റെ ഓഫീസിൽ പോയി ആ ബാഗ് എടുത്ത് തിരിച്ച് ഈ ഹോട്ടലിൻ്റെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് രാത്രി സാത്തി വില്ലേജിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ബനാന ടൂറിൻ്റെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഗ്രീൻ ബസാറിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വരാനായിട്ട് അങ്ങോട്ട് അയ്മനോ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അങ്ങോട്ട് പോവാണ്. എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.